ഇപ്പോൾ നിങ്ങൾ ഫീച്ചേഴ്സിൻ്റെ ഒരു കുറവ് കാര്യമായിട്ട് കാണണ്ട. കാരണം 20 ലക്ഷം രൂപയുടെ മുകളിലുള്ള വണ്ടികളുമായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഒന്നുണ്ടായിരുന്നത് റിമോട്ടിൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റുമോ, സ്റ്റിയറിംഗ് ലോക്കാവും എന്നുള്ളതാണ്. നമസ്കാരം, ഇത് സിട്രോൺ C3 എയർക്രോസ് ആണ്. എയർക്രോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആ ഒരു എയർക്രോസ് അല്ല, പകരം ഇത് ഓട്ടോമാറ്റിക്കാണ്, ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. ഇപ്പോൾ മിഡ് സൈസ് SUV കാര്യം പറഞ്ഞാൽ ഇല്ലത്തുനിന്ന് ഇറങ്ങും ചെയ്തു, അമ്മത്ത് എത്തിയില്ല എന്ന് പറയും പോലെ അണ്ടർ 4 മീറ്റർ അല്ല, അതിനേക്കാൾ വലുപ്പമുണ്ട്, എന്നാൽ ശരിക്കും വലിയ SUV അല്ല എന്നുള്ള കാര്യമുണ്ട്. ആ ഒരു വിഭാഗത്തിൽ അരങ്ങ് വാഴുന്നത് കിയ സെൽറ്റോസ് അല്ലെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റയൊക്കെയാണ്. ഇപ്പോൾ മാരുതിയുടെ ആ ഒരു വിറ്റാരയുണ്ട്, അങ്ങനെ പലവിധமான വണ്ടികളുണ്ട്. അവിടേക്ക് സിട്രോൺ C3 എയർക്രോസ് വന്നപ്പോൾ ഫീച്ചറിൻ്റെ കുറച്ച് അഭാവം കൊണ്ടും ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള ഒരു പോരായ്മയും മുളച്ചു നിന്നിരുന്നു. ആ ഒരു പോരായ്മ ഇപ്പോൾ സിട്രോൺ പരിഹരിച്ച് കാണും. ഇത് ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിട്രോൺ C3 എയർക്രോസിൻ്റെ യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് വെറും ഒരു 5 സീറ്റർ അല്ല എന്നുള്ള കാര്യമുണ്ട്. ഇതിന് 7 സീറ്റുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. എന്ന് മാത്രമല്ല വിലയിൽ മറ്റുള്ള ആ ഒരു മിഡ് സൈസ് SUVകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി മുൻ തൂക്കമുണ്ട് ഈ വണ്ടിക്ക്. അതായത് 12,85,000 രൂപ എക്സ്ഷോറൂം പ്രൈസിൽ തുടങ്ങുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടർബോ പെട്രോളാണ്, ടോർക്ക് കൺവേർട്ടറാണ്, അങ്ങനെ പലവിധமான ഗുണങ്ങൾ. ഇപ്പോൾ ക്രെറ്റയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ അത് IVTയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ട്രാൻസ്മിഷൻ ആയിരിക്കും. അതല്ല ഇനിയിപ്പോൾ ബ്രസ്സായിട്ട് കമ്പയർ ആണെങ്കിൽ പ്രൈസിനൊക്കെ കൂടുതലാണ്. ബ്രസ്സായിട്ട് കമ്പാരിസൺ പാടില്ല, എന്നാലും ഒരു കമ്പാരിസന് വേണ്ടി പറയുകയാണെങ്കിൽ. അതല്ല ഇപ്പോൾ വിറ്റാരയുടെ കാര്യം പറയുകയാണെങ്കിൽ വിറ്റാര ഓട്ടോമാറ്റിക്കിനും ഇതിനേക്കാളും കുറച്ചധികം പ്രൈസ് ഉണ്ട്. അപ്പോൾ വിലയുടെ ഒരു മുൻതൂക്കമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഈ ഒരു സിട്രോൺ C3 എയർക്രോസിന് കാണുന്നത്. അപ്പോൾ മാനുവൽ മോഡലുമായിട്ട് ഓട്ടോമാറ്റിക്കുള്ള വ്യത്യാസങ്ങൾ വളരെ മിനിമലാണ്. ആ ഒരു വ്യത്യാസങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. അതായത് ഈ ഒരു എഞ്ചിൻ ഗിയർ ബോക്സിൻ്റെ കോമ്പിനേഷൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഇത് ടോർക്ക് കൺട്രോളാണെന്ന് ഞാൻ പറഞ്ഞു. AC സോഴ്സ് കിട്ടുള്ള ഈ ഒരു ടോർക്ക് കൺട്രോൾ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 6 സ്പീഡാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാം. അതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയാം. രൂപത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ആ ഒരു മിററിൻ്റെ കളർ കണ്ടോ, ഓട്ടോമാറ്റിക്കാണ്. അല്ലെങ്കിൽ പുതിയ വേരിയൻ്റ് ആണെങ്കിലും പിന്നിൽ ആ ഒരു ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ ഒരു ബാഡ്ജിങ് പോലും ഇല്ല. ഇതാണ് സിട്രോൺ C3 എയർക്രോസിൻ്റെ പിൻവശം. മാറ്റങ്ങളില്ലാത്ത പിൻവശം തന്നെയാണ്. അകത്ത് ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഷിഫ്റ്റർ കണ്ടോ, സ്ലോട്ടഡ് ഷിഫ്റ്ററാണ്. ആ ഒരു ഷിഫ്റ്ററിൻ്റെ മുകളിലും ആ താഴെയുള്ള ഗ്ലോസി പാനലിലും ആ ഒരു മാർക്കിംഗ് ഉണ്ടെന്നുള്ള മാനുവൽ മോഡ് കൂടിയുണ്ട്. ബ്രേക്ക് ചവിട്ടണം എന്നുള്ള ആ ഒരു സിമ്പിൾ ഒരിത്തിരി മനോഹരമായിട്ട് തോന്നി, കണ്ടില്ലേ. ഇനി അതിൻ്റെ ഭാഗമായിട്ട് MIDയിൽ അല്ലെങ്കിൽ മീറ്റർ ക്ലസ്റ്ററിൽ വന്നിട്ടുള്ള ആ ഒരു ഗിയർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ആ ഒരു വ്യത്യാസങ്ങളാണ് തീർത്തും അകത്തെ വ്യത്യാസമായിട്ട് പറയാനുള്ളൂ. ഈ ഒരു ലളിതമായ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിൽ പലവിധമായ ആ ഒരു രൂപത്തിൽ ഡിസ്പ്ലേ കാണിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ആ ഒരു ടാക്കോമീറ്ററുള്ള ഡിസ്പ്ലേ ആണ്. സംഭവം കീയാണ്, പുഷ് ബട്ടൺ അല്ല. പക്ഷേ റിമോട്ട് സ്റ്റാർട്ട്, അതായത് AC ഓണാക്കാനായിട്ടും AC പ്രീ കൂൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഈ ഒരു വണ്ടിക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു പുതുതായിട്ടുള്ള മാറ്റം എന്ന് പറയുള്ളൂ. അപ്പോൾ ഈ ഒരു മിനിമലായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് കിട്ടിയെന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു കാര്യം വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. എന്നാൽ നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. സിട്രോൺ C3 എയർക്രോസ് ഓട്ടോമാറ്റിക്. ഇതിലിപ്പോൾ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. ഗേറ്റഡ് സ്ലോട്ട്സ് എന്ന് പറയും പോലെ ആ ഒരു സ്ലോട്ട് നമുക്ക് ചെയ്യുന്നത് സ്വിച്ച് ഞെക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടെക്നിക്കലി സിംപ്ലിസിറ്റി ആണല്ലോ അതിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ എല്ലാം സിംപ്ലിസിറ്റിയാണ്, എല്ലാം ബേസിക്കാണ്. അപ്പോൾ ആ ഒരു ബേസിക് സ്ട്രക്ചറിനോട് യോജിക്കുന്ന വിധത്തിലാണ് ഇവർ ഈ ഒരു ഗിയർ ഷിഫ്റ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ മാനുവൽ മോഡ് ഉണ്ട്. ഇപ്പോൾ ട്രിപ്റ്റോണിക് പോലെ പ്ലസ് മൈനസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. താഴേക്ക് ആ ഒരു പ്ലസും മുകളിലേക്ക് മൈനസും ആ ഒരു ഓപ്ഷൻ കാണാം. ശരിക്കും ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ലൈഫാണ്. അതായത് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് കുറേ കാലം കൊണ്ടുനടക്കാം. അതുപോലെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, ഓടിക്കാൻ രസമാണ്, അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു 6 സ്പീഡിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ നമ്മളിങ്ങനെ സെഡേറ്റീവായിട്ട് ഓടിച്ച് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ആ ഒരു ഷിഫ്റ്റും നമ്മൾ അറിയ പോലില്ല, അതൊക്കെ മാസ്ക് ചെയ്ത് അങ്ങനെ RPMൻ്റെ ആ ഒരു ചെറിയ ബ്ലിപ്പിൽ മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മാത്രം അറിയാവുന്നൊരു കാര്യമായിട്ട് ഷിഫ്റ്റ് തീരും. പക്ഷെ നമ്മളൊന്ന് കാല് കൊടുത്ത് ഓടിച്ചാൽ ആ ഷിഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല കാല് കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് ആ ഒരു കിക്ക് ഡൗൺ ഫീൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ 1-2 ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫീല്, ആ ഒരു ഫീല് സിട്രോൺ C3 എയർക്രോസിൽ അറിയുന്നുണ്ട്. ഒരു സ്ലൈറ്റ് ആ ഒരു ഡിലേ വന്നതിന് ശേഷമാണ് വണ്ടി കയറി പോകുന്നത്. അത് ഒരു ടോർക്ക് കൺവേർട്ടറിൻ്റെ സ്വഭാവം തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ AMT പോലുള്ള വണ്ടികളുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യേണ്ട. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിലേ ആണ്. ശരിക്കും നമ്മൾ ടോർക്ക് കൺവേർട്ടർ വണ്ടികളുമായിട്ടുള്ള കമ്പാരിസണിൽ അത് വാലിഡായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി ഫാസ്റ്റാണ്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ള ബേസ് മോഡൽ വണ്ടികൾ എന്ന് വെച്ചാൽ ക്രെറ്റ, അതല്ലെങ്കിൽ സെൽറ്റോസ്, അതുമല്ലെങ്കിൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാര, അതല്ലെങ്കിൽ വേണ്ട ബ്രസ പിടിക്കേണ്ട, എന്നാലും ബ്രസ ആ ഒരു ലെവലിൽ പിടിക്കാം. എല്ലാം 1.5
ആ ഒരു എഞ്ചിനുകളാണ് നാച്ചുറലി ആസ്പിറേറ്ററാണ്. ടർബോ ഉണ്ട്, ടർബോയ്ക്കൊക്കെ 20 ലക്ഷം രൂപയുടെ മുകളിൽ പ്രൈസാണ്. പക്ഷേ ഇവിടെ 12,74,000 അല്ലെങ്കിൽ 12,84,000 എന്ന് പറയുന്ന ഒരു എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്നത് ടർബോ ചാർജറാണ്. അപ്പം 109 BHP അതായത് ബ്രേക്ക് ഹോഴ്സ് പവറും ആ ഒരു 205 Nm എന്ന് പറയുന്ന ടോർക്കുമുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അവിടെ തന്നെ വ്യത്യസ്തമായി. ശരിക്കും ടർബോ ആയല്ലോ. അപ്പോൾ ടർബോ ചാർജർ എഞ്ചിനാണ് എന്നുള്ളത് തന്നെ ഫാസ്റ്റ് ആണെന്നുള്ളത് പറയാം. ഇത് ആ ഒരു ടോർക്ക് കൺവേർട്ടറുമായിട്ട് നമ്മൾ ആ ഒരു ടർബോ ചാർജർ മേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ടർബോ ചാർജറായിട്ടുള്ള എഞ്ചിൻ മേറ്റ് ചെയ്തപ്പോൾ ശരിക്കും ടർബോ ലാഗൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എല്ലാം മാസ്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. തീർത്തും ടർബോ ലാഗ് ഫീൽ ചെയ്യാത്തൊരു വണ്ടി എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് സിട്രോൺ C3 എയർക്രോസിൻ്റെ ഒരു വണ്ടിയെ കാണാം. 195 Nm ആയിരുന്നു ആ ഒരു മാനുവൽ മോഡൽ ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് കൂടി 204, 205 ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ടോർക്കിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിയുടെ ഡ്രൈവബിലിറ്റി കൂട്ടി എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ വണ്ടി നിർത്തുമ്പോഴൊക്കെ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ സഡൻ ബ്രേക്കെല്ലാം ചെയ്ത് നിർത്തുമ്പോൾ ആ ഒരു ടോർക്ക് കൺവേർട്ടർ ഒരു ഇത്തിരി ടോർക്ക് കൂടി വണ്ടിക്ക് കൊടുത്തിട്ട് പോ എന്ന് പറയുന്ന ഒരു ഫീൽ കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് തോന്നും. അത് ആ ഒരു ടോർക്ക് കൺവേർട്ടറിൻ്റെ പവർ ആ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ജെർക്കുണ്ട്, അതും ഈ ഒരു വണ്ടിയുടെ ബിഹേവിയറായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് കിക്ക് ഡൗൺ ഫീലൊക്കെ ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ഒന്ന് കാലോടത്താം, വെറുതെ ഒന്ന് കാലോടത്താം, പാഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഏത് ഗിയറിലാണ് പോകുന്നത് അറിയാനായിട്ട് നമുക്ക് മാനുവൽ മോഡാക്കാൻ മതി. ഇപ്പോൾ M3 എന്നുള്ള ആ ഒരു മോഡലിലേക്ക് നമുക്ക് കാണാം, ആ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യം കാണാം. ഇപ്പോൾ ഈ വണ്ടിയുടെ USP എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഓടിച്ച് പറഞ്ഞ കാര്യം റൈഡ് ക്വാളിറ്റിയാണ്. ടർബോ ചാർജർ എഞ്ചിൻ്റെ പവർ ടോർക്ക് ഫിഗറുകളാണ്, ഓടിക്കാനുള്ള രസമാണ്. അത് ഓട്ടോമാറ്റിക്കലി വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയി കാര്യങ്ങളുള്ളതാണ്. ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വണ്ടിക്ക് ഓട്ടോമാറ്റിക് കിട്ടിയെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ എന്നാലും കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല ചോയ്സാണ് ഈ ഒരു ടോർക്ക് കൺവേർട്ടർ എന്നുള്ള. ഇപ്പോൾ ടോർക്ക് കൺവേർട്ടറിൻ്റെ ആ ഒരു റിലയബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഓടിക്കാനുള്ള രസമൊക്കെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ സിട്രോൺ C3 എയർക്രോസിൻ്റെ ഓട്ടോമാറ്റിക് നല്ല വണ്ടിയാണ് എന്നുള്ളതാണ്. 17 കിലോമീറ്ററോളം ഫ്യൂൽ എഫിഷ്യൻസി പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ 12.5 കാണിച്ചു നമ്മുടെ ഈ ഒരു ഡ്രൈവിന്. അതുപോലെ ആ ഒരു ചവിട്ടി കുത്തി ഓടിച്ചപ്പോഴും 10 താഴെ പോയിട്ടില്ല, അത് നല്ല കാര്യമായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഗുണം കൂടി വണ്ടിക്കുണ്ട്. ഇനി റൈഡ് ഗോൾഡർ കാര്യം ഒന്ന് ഊന്നി പറയണം. ഇപ്പോൾ റൈഡ് ഗോൾഡർ കാര്യം എന്ന് പറയുമ്പോൾ ബോഡി റോൾ ഇല്ല എന്നല്ല, ബോഡി റോൾ വെൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാൻ പറ്റുക. ബോഡി റോൾ ഉണ്ട്, പക്ഷേ നമുക്കത് കാര്യമായിട്ട് ഫീൽ ഇല്ല. ഈ ഒരു പാലത്തിൻ്റെ ചാട്ടമൊക്കെ നമുക്ക് അകത്തേക്ക് വരുമെന്ന് ചോദിച്ചാൽ സൗണ്ട് മാത്രമേ വരുള്ളൂ. കാര്യമായിട്ട് ഒരു SUV കൈൻഡ് ഓഫ് വണ്ടിയായിട്ട് ആ ഒരു കാര്യം നമുക്ക് എഫക്റ്റ് ചെയ്യില്ല, അങ്ങനെ ഗുണമുണ്ട്. സ്റ്റിയറിംഗ് ചെറുതാണ്, നൈസ് ടു ഹോൾഡാണ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് കാണാം. പിന്നെ ബ്രേക്ക് 4 വീലിന് ഡിസ്ക് ബ്രേക്കൊന്നുമല്ല, 2 വീലിൽ ഡിസ്കും ആ ഒരു ബാക്കിൽ ഡ്രമ്മും തന്നെയാണ്. ഇരിക്കുന്ന പോസ്റ്റർ നല്ലതാണ്, അത് ഞാൻ മാനുവലിൽ പറഞ്ഞാണ്. നമുക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഒരു വലിയ SUV എന്ന നിലയ്ക്കാണ് കാണുന്നത്. അപ്പോൾ C3 എന്ന് പറയുന്നത് C3 എയർക്രോസ് ആയപ്പോൾ ഈ സൈസിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു മിഡ് സൈസ് SUVകളിൽ അത്യാവശ്യം ലുക്കുള്ളൊരു വണ്ടി കൂടിയാണ് C3. അതും ഒരു ഗുണമായിട്ട് കാണാം. എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടായിരുന്നത് റിമോട്ടിൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റുമോ, സ്റ്റിയറിംഗ് ലോക്കാവും എന്നുള്ളായിരുന്നു. പക്ഷേ അതിന് എനിക്ക് പറ്റിയിട്ടില്ല. അത് ഒരു റീലായിട്ട് ഞാൻ ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം. പിന്നെ ഈ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ആ ഒരു സോഴ്സ് ചെയ്തിട്ടുള്ള ഗിയർ ബോക്സിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ പറഞ്ഞാൽ ശരിക്കും ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മോഡുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മോഡുകൾ മാറുമ്പോൾ അകത്തുള്ള ആ ഒരു ഇലയുടെ കളറാണ് ചേഞ്ച് ചെയ്യുക. അത് ഞാൻ ആ ഒരു മാനുവലിൽ കാണിച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിവിടെ ശരിക്കും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. വണ്ടി കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുന്ന സ്വഭാവമുണ്ട്. ടർബോ ലാഗൊക്കെ വെൽ കണ്ടെയ്ൻഡ് ആണ്, നമുക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യാനുള്ള ഗുണമുണ്ട്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ടർബോയുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചവിട്ടി കുത്തി ഓടിച്ച ടർബോയ്ക്ക് മൈലേജ് കുറയും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫ്യൂല് കത്തിപ്പോ ബും എന്ന് പറഞ്ഞിട്ട് ബോംബ് കുത്തുന്ന പോലെ ആ ഒരു കത്തിപ്പോകുന്ന ഒരു കാര്യമാണ്. കാരണം പെട്രോളും എയറും കൂടി ചേരുമ്പോൾ അറിയാലോ ആ ഒരു എക്സ്പ്ലോഷൻ ഭീകരമാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കാണ് ചേരുകയെന്ന് ഞാൻ പറയാം. അപ്പോൾ ക്രെറ്റയുടെ ബേസ് മോഡൽ അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ ബേസ് മോഡൽ, ഗ്രാൻഡ് വിറ്റായുടെ ബേസ് മോഡൽ, അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ബേസ് മോഡൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 16 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 17 ലക്ഷം രൂപയൊക്കെ ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരും. ആ ഒരു പ്രൈസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടി പവർഫുൾ ആയിട്ടുള്ള, ഒരു ഇത്തിരി കൂടി ഫണ്ണുള്ള, ഓടിക്കാൻ ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു വണ്ടി, ആ ഒരു വണ്ടി കിട്ടും എന്നുള്ള ഗുണം ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഓവർടേക്കെല്ലാം വളരെ ഈസിയാണ്. ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചടപടയാന്ന് കയറി പോകുന്നുണ്ട്, അത് ഗുണമായിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഫ്യൂവൽ എഫിഷ്യൻസി മാറ്റേഴ്സ് ആണ്. പവർഫുൾ ആയിട്ടുള്ള വണ്ടി വേണം, നല്ല റൈഡ് ക്വാളിറ്റി വേണം, യാത്ര ചെയ്യാൻ സുഖം വേണം. ഇപ്പോൾ 7 സീറ്റൊക്കെ കിട്ടിയത് നല്ലതാണ്. 7 സീറ്റ് യൂസൊന്നുമില്ല, അത് ഒക്കേഷണൽ യൂസേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിട്രോൺ C3 എയർക്രോസ് തീർച്ചയായും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ വണ്ടിക്ക് ആ വണ്ടിയുടേതായിട്ടുള്ള മെറിറ്റുകളുണ്ട്. നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല റൈഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ഫീലും ഫണ്ണും തരുന്ന ഒരു ഡ്രൈവബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ട്. ഈ ഒരു 1200 cc എന്ന് പറയുമ്പോൾ 1.2 ലിറ്റർ എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 109 BHPയും 205 Nm പവറും തരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല ടർബോ ചാർജ്ഡ് SUV എന്നുള്ള നിലയ്ക്ക്, വാല്യൂ ഫോർ മണി പ്രപ്പോസൽ നിലയ്ക്ക് ഈ വണ്ടിക്ക് ഒരു ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഫീച്ചേഴ്സിൻ്റെ ഒരു കുറവ് കാര്യമായിട്ട് കാണണ്ട. കാരണം 20 ലക്ഷം രൂപയുടെ മുകളിലുള്ള വണ്ടികളുമായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി. ഒന്ന് കാര്യം കൊടുക്കണം. നമസ്കാരം.